ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ അന്വേഷിച്ചിരുന്നു എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരുന്നു. ഇനി റെഗുലറായിട്ട് എന്തായാലും വീഡിയോസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് എഗ് ഫിംഗേഴ്സാണ്. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു അടിപൊളി സ്നാക്ക് ഐറ്റം തന്നെയാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ട ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എഗ് ഫിംഗേഴ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ എത്ര മുട്ട വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു അളവിൽ മാത്രമാണ് തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയൊന്നും ഒരുപാട് അളവിൽ വേണ്ട. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ ഇവിടെയും ഉപ്പൊന്നും മിക്സ് ആവാതെ കിടക്കരുത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വരില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കുഴിയുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ താഴ്ഭാഗത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണത്. അതിനുശേഷം മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കുകയാണ്. അല്ലെങ്കിൽ അതിലേക്ക് ആവിയൊക്കെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം പിന്നെ കടായുടെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കുക. അതിനുശേഷം ഇതൊന്ന് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റോളം എടുക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുക്കണ മുട്ടയ്ക്ക് അനുസരിച്ച് കുക്കിംഗ് ടൈമിലൊക്കെ വ്യത്യാസം വരും, അതുപോലെ പാത്രത്തിനനുസരിച്ച്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ മുട്ട നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത്ര തിക്നെസ്സോട് കൂടി തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കണുള്ളൂ. അതിനുശേഷം ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാം ഞാനൊന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അരികുവശങ്ങളിലുള്ളതൊന്നും കറക്റ്റ് എന്താ പറയുക, എല്ലാം ഒരേ സൈസിൽ കിട്ടണമെന്നില്ല. അതിനുശേഷം ഇതുപോലെ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാനിത് എടുക്കണത്. ഈ ഒരു സൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ മൈദ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും ഒരേ അളവിൽ, മൈദ 2 ടേബിൾ സ്പൂൺ എടുക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അതിലേക്ക് ഇനി ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ചമുളക്, പിന്നെ കുറച്ച് ഒറിഗാനോ ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒറിഗാനോ ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 1/4 ടീസ്പൂണോളം അളവിൽ തന്നെയാണ് ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ബ്രെഡ് ക്രംസ് ആണ്. സാധാരണ ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിനുശേഷം ചെറുതായിട്ട് ഒരു തവയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇനി മാറ്റി വയ്ക്കാം. ഇനി അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ഇതിലേക്ക് വേണ്ടുള്ളത് ചെയ്യാം. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുട്ട മതിയാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കൂടിയും ഉപയോഗിക്കാം. അത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇനി വേണമെന്നുള്ളൊരു കാര്യം. അപ്പോൾ ആദ്യം ഒരു മുട്ട മതി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടിയും മിക്സ് ചെയ്തെടുത്താൽ മതിയല്ലോ, വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെയായിരിക്കും കറക്റ്റ് നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇത് ഞാനൊരു ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, അതായത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ഈ മുട്ടയുടെ പീസസ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും മിക്സിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കോട്ടിങ് ഇതിലാണ് നമ്മൾ ചെയ്യണത്.
അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് ഈ ഒരു കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചെയ്തിട്ട് മാറ്റി മാറ്റി വെച്ചാൽ മതി. എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രം മാറ്റി വയ്ക്കുക. അപ്പോഴായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് വരിക. കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയായിരിക്കും ഇത്. പ്രത്യേകിച്ച് മുട്ട ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ. വലിയവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഞാൻ ഇനി എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. ഇത് തയ്യാറാക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇതിന് കോട്ടിങ് കൊടുക്കുന്നത്. എന്നാൽ തന്നെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറോട് കൂടി ഇത് വരുള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ, അതിനുശേഷം ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതിൽ ഓരോന്നും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരുമിച്ച് ഇതുപോലെ ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് എടുത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി, അല്ലാതെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക തന്നെ വേണ്ടു. അപ്പോൾ ഇത് ഒന്ന് എക്സ്ട്രാ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത ആ മിക്സ് വീണ്ടും മുട്ടയുടെ മിക്സിൽ ഞാൻ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ലൊരു കോട്ടിങ്ങും കിട്ടും, കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ട് വരും. കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ 2 കോട്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. ആ പുറം ഭാഗത്തെ ഒരു കോട്ടിങ് ഉണ്ടല്ലോ അത്. അതിനുശേഷം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ ഓരോന്നിലും കോട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കോട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യേണ്ടി വരും. ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് വെറ്റായിട്ട് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുപോലെ ദീപാവലി റെസിപ്പീസ് ഒന്നും ചെയ്യണില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് തന്നെ, അതായത് കുറച്ച് നേരത്തെ തന്നെ ദീപാവലി റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്വീറ്റ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. പിന്നെ ഈ വീഡിയോ എന്നൊക്കെ പറയണത് പൂനെയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണമാണ് ഇത്രയ്ക്ക് ലേറ്റ് ആയത് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും റെഗുലറായിട്ട് വീഡിയോസ് എല്ലാം ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം 2 പ്രാവശ്യം കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കോട്ട് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഡീപ് ഫ്രൈ ആണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കരുത്. പക്ഷേ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ ക്രിസ്പി ആയിട്ടും വരിക. ഇത് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ, അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില്ലി ഗാർലിക് സോസിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അതായത് കഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം തന്നെയാണിത്. അതുപോലെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ട ആയതുകൊണ്ട് തന്നെ ഒന്ന് വീർത്ത് വരും. ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഇത് ഒരുവിധം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നോട്ടെ. പുറം ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം. പക്ഷേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഓരോന്നും കോരി മാറ്റിയാണ് ഒന്നില്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അതുപോലെ ഇത് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ചൂടോട് കൂടി തന്നെ കഴിക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കൂടുതൽ ക്രിസ്പി ആയിട്ട് വരിക. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കഴിക്കണതിന് തൊട്ട് മുമ്പ് തന്നെ അപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കുക. ഒരുപാട് സമയം എടുക്കണ ഒരു സ്നാക്ക് ഐറ്റം ഒന്നും അല്ലല്ലോ. ഇനി അടുത്ത ബാച്ചും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ ഇട്ട്, അതായത് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, കുറേശ്ശിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കോരി മാറ്റട്ടെ. അതിനുശേഷം ഞാൻ കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സോസിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ, അതായത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമായിരിക്കും ക്രിസ്പി ആയിട്ട് വരിക, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ടെക്സ്ചറോട് കൂടി തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ എഗ് ഫിംഗേഴ്സ് തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയായിരിക്കും. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.